കഴിഞ്ഞ ദിവസം എറണാകുളം സെന്റ് തെരേസ കോളേജിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിസ്മയിൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പരിപാടിയായിരുന്നു. ആ പരിപാടിയിലോട്ട് എന്നെ അതിഥിയായി വിളിച്ചു. ആ പരിപാടിയിൽ ജോസഫ് അന്നംകുട്ടി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹൈബീഡനും ഉണ്ടായിരുന്നു. ആ വേദിയിൽ നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു നമ്പറിൽ നിന്ന് തുടരെ കോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വിളിക്കുകയാണെന്ന് കരുതി ഞാൻ വേദിയിൽ നിന്ന് താഴെ ഇറങ്ങി ആ കോൾ അറ്റൻഡ് ചെയ്തു. ഉടൻ തന്നെ അതിൽ നിന്ന് ആ കോൾ വിളിച്ച ആൾ എന്നോട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാകെ ഞെട്ടിപ്പോയി. എന്താണപ്പാ ഒരാൾ കോൾ വിളിച്ച് പെട്ടെന്ന് കൊല്ലുമെന്നൊക്കെ പറയുന്നത്? ഞാൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേര് മഹേഷ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏകദേശം ചിത്രം പിടികിട്ടി. ഈ മഹേഷ് എന്ന് പറയുന്നത് 20ഓളം കേസുകളിലെ പ്രതിയാണ്, വർഗീയ കൊലപാതക കേസിലെ പ്രതിയാണ്, അതായത് ആബിദ് വധക്കേസിലെ പ്രതിയാണ്. അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ വർഗീയാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ മഹേഷ്. സംഘപരിവാരുമായി ബന്ധമുള്ള ഒരാളും കൂടിയാണ്. അങ്ങനെ എനിക്കെതിരെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെയർവെൽ ആശുപത്രി, ഈ കെയർവെൽ ആശുപത്രി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയാണ്. ആ ആശുപത്രിക്കകത്ത് 40ഓളം വരുന്ന ഒരു സംഘം ഓടിക്കേറിയിട്ട് വേറെന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ എവിടെയോ നടന്ന ഒരു അപകടവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ ഇവർ തല്ലിച്ചതച്ച്, ആ തല്ലിച്ചതച്ച രണ്ടുപേർ ഓടിക്കേറിയത് ആശുപത്രിക്കകത്തേക്കാണ്. അങ്ങനെ ഇതിനകത്ത് കയറിയ ഈ 40ഓളം സംഘം, ഈ 40ഓളം സംഘം എന്ന് പറയുന്നത് മഹേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, അതായത് എന്നെ വിളിച്ച ആളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അവർ ഉടൻ തന്നെ ആശുപത്രിക്കകത്ത് കയറിയിട്ട് അവിടെ കണ്ണിൽ കണ്ടവരെയൊക്കെ പൊതിരത്തല്ലി. രോഗികളുടെ കൂടെ വന്നവരെയും നേഴ്സുമാരെയും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ക്യാബിനൊക്കെ ഇവർ പൊളിക്കുകയും ചെയ്തു. അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ ഈ മഹേഷ് വിളിച്ചു പറഞ്ഞു, ഒരു മാപ്പിളയെയും വെറുതെ വിടില്ല, ഒരു മുസ്ലിമിനെയും വെറുതെ വിടില്ല എന്ന വർഗീയ സ്വരം ആക്രോശിച്ചുകൊണ്ട് തന്നെ ഇയാൾ ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒടുവിൽ അവിടെയുള്ള 4 പേര് ഇതിനെ പ്രതിരോധിക്കുകയും ഇവർ ഒരു ആംബുലൻസിൽ രക്ഷപ്പെടുകയും ചെയ്തു. ഈ സംഭവം ഞാൻ വാർത്തയാക്കി നൽകി. നിങ്ങൾ കണ്ടു കാണും ആ വാർത്ത. നിങ്ങൾ ഏകദേശം ആളുകൾ പബ്ലിക് കേരള കാണുന്നുണ്ടെങ്കിൽ ആ വാർത്ത നിങ്ങൾ കണ്ടു കാണും. നല്ല വ്യൂസ് ഉണ്ട് ആ വാർത്തയ്ക്ക്. അങ്ങനെ ഈ വാർത്തയിൽ ഈ മഹേഷിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കാസർഗോഡ് ജില്ലയിലെ വർഗീയ അന്തരീക്ഷത്തിന് ചുക്കാൻ പിടിക്കുന്നവരിൽ ഒരാളാണ് മഹേഷ് എന്ന് ഞാൻ ഈ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവന് എന്നോട് പറയുകയാണ്, നിന്നെ കൊല്ലാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ ഇനി നടത്താൻ പോകുന്ന ക്രൈം എന്ന് പറയുന്നത് നിന്നെ കൊല്ലുക എന്നുള്ളതാണ്. അതുകൊണ്ട് നീ റെഡിയായി നിന്നോളൂ കൊല്ലപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് എനിക്കെതിരെ നീ തിരിയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ആ വാർത്തയുടെ കാര്യങ്ങളും മറ്റുള്ള ചില കാര്യങ്ങളും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വാർത്ത കൊടുത്തതാണ് എന്നെ കൊല്ലാനുള്ള നിന്റെ നീക്കത്തിന് പിന്നിലെങ്കിൽ ആ വാർത്ത ഇനിയും തുടരുക തന്നെ ചെയ്യും. നീ തയ്യാറായി നിന്നുകൊള്ളുക, സംശയം വേണ്ട. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ നിയമങ്ങൾക്കും നിയമ സംവിധാനങ്ങൾക്കും കൃത്യമായിട്ടുള്ള പരിഗണനയുണ്ട്. അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആരായാലും പെടുക തന്നെ ചെയ്യും. അങ്ങനെ ജനാധിപത്യ രാജ്യത്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഒരാൾക്കെതിരെ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ എനിക്കെതിരെ കൊലവിളി ഉയർത്തുന്നുണ്ടെങ്കിൽ ഉയർത്തട്ടെ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് മഹേഷിനോട് ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് എന്നെ വീണ്ടും വിളിക്കുകയുണ്ടായി. വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു ശബ്ദ സന്ദേശം നിങ്ങളുമായി കുറച്ച് ഞാൻ പങ്കുവെക്കാം. അങ്ങനെ ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഞാൻ ഇതുവരെ ഒരു ക്രൈം ചെയ്തിട്ടില്ല. ഞാൻ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലെ അത് നിങ്ങൾക്കുള്ള പണിയായിട്ടുണ്ടോ? മനസ്സിലായോ? ഞങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, സംഘപരിവാറിനെതിരെ ശബ്ദിക്കുന്നവരുടെ വാ അടപ്പിക്കുക, ഇതൊക്കെ വ്യക്തമായ അണിയറയിലെ ഗൂഢാലോചനയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഫോൺ കോളുകൾ വരുന്നതെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതൊക്കെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നുള്ളത്. പലതവണ ഞങ്ങളുടെ നിലപാടുകൾ പറഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും വിളിച്ച് പേടിപ്പിച്ചേക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കുകയില്ല. നിങ്ങളാരും പാല് വിൽക്കാൻ പോയപ്പോൾ വാർത്ത കൊടുത്തവരല്ല, മറിച്ച് വാളുമായി
ആക്രമണാന്തരീക്ഷം സൃഷ്ടിക്കാൻ പോയപ്പോഴൊക്കെയാണ് നമ്മൾ വാർത്ത നൽകിയിട്ടുള്ളത്. പബ്ലിക് കേരള ഇനിയും നൽകും, യാതൊരു സംശയവും വേണ്ട. അത് അവിടെ പാർട്ടിയോ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നുമില്ല. കോൺഗ്രസ്സുകാരൻ അങ്ങനെ ചെയ്താലും, DYFIക്കാരൻ അങ്ങനെ ചെയ്താലും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന് ചെയ്താലും, മുസ്ലിം ലീഗുകാരന് ചെയ്താലും, STPകാരന് ചെയ്താലും ഒക്കെ ഞങ്ങൾക്ക് ഒരേ കണ്ണ് തന്നെയാണ്. പക്ഷേ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് ഒരു കൂട്ടരാണ്. ആ കൂട്ടത്തിന്റെ പേരാണ് സംഘപരിവാർ. സംഘപരിവാറുമായി ബന്ധമുള്ള ചില ആളുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നടത്തുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൃത്യമായി പൊതുജനങ്ങൾക്ക് വ്യക്തമായി വസ്തുതാപരമായിട്ട് ബോധിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടാണ് പബ്ലിക് കേരള എന്ന ചാനലുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളത്. ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് നിങ്ങൾ കണക്ക് കൂട്ടിക്കൊള്ളുക. ആ ലക്ഷ്യം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയുടെ മതസൗഹാർദ്ദം തകർക്കുന്നവരെ പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. കാസർഗോഡ് ജില്ലയിലെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് റിപ്പോർട്ട് ചെയ്യാറുമുണ്ട്. ആ റിപ്പോർട്ടുകളൊക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഓശാന പാടുന്ന ആളുകൾ അത്തരത്തിലുള്ള മാധ്യമങ്ങളായി ഞങ്ങൾ മുന്നോട്ട് വരണം. എന്നാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ക്രയവിക്രയങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കുക, നിങ്ങൾക്ക് അനുകൂലമായിട്ട് വാർത്ത നൽകുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അത് ഞങ്ങൾക്ക് വേണ്ട. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കെതിരെ വാർത്ത നൽകിയതിൻ്റെ പേരിൽ വരുന്നുണ്ടെങ്കിൽ വരട്ടെ, അത് തരണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൻ്റെ നിയമ നടപടിയുടെ ഭാഗമായിട്ട് പോലീസിൽ ഒരു പരാതി നൽകാൻ വേണ്ടി പോവുകയാണ്. ഇതൊക്കെ ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഈ സമയങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടത് പരിപൂർണ പിന്തുണയാണ്. പബ്ലിക് കേരളയുടെ മാധ്യമ സംഘം എന്ന് പറയുന്നത് വിരലിലെണ്ണാൻ പറ്റുന്ന ഒരു സംഘമാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ രംഗമായതുകൊണ്ട് ഇത്ര ആളുകളുടെ സേവനം പബ്ലിക് കേരളയ്ക്ക് മതി. കാരണം ഇത്ര ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് പബ്ലിക് കേരള നൽകുന്ന വാർത്തകൾ ഒരു പാർട്ടിയെ, ഒരു സംഘടനയെ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വിജയം തന്നെയാണ്. ഞങ്ങളുടെ വാർത്തകൾ എത്തേണ്ട രീതിയിൽ കൊള്ളേണ്ട ഇടത്ത് കൊള്ളുന്നതിൻ്റെ സൂചനയാണ് മഹേഷിനെ പോലെയുള്ള ആളുകൾ ഞങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്താനുള്ള കാരണം. അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക. പബ്ലിക് കേരള ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം ഭീഷണിപ്പെടുത്തലുകളിൽ വീണുപോയി നിങ്ങളുടെ കാൽ വീണ് മാപ്പ് ചോദിക്കുന്നവരുടെ കൂട്ടത്തിലല്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊള്ളുക. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നിലപാടുകളിൽ നിങ്ങളുടെ ഇത്തരം വധഭീഷണികളിലൂടെ എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ്. ഞങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിലപാടുകളിൽ ഒരു കാരണവശാലും മാറ്റങ്ങൾ ഉണ്ടാവില്ല. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ മഹേഷ് ഇത് കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ കണക്ക് കൂട്ടിക്കൊള്ളുക. ഞങ്ങൾ നിലപാടുകളിൽ മാറ്റം വരുത്താതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാസർഗോഡ് ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കയറിയിട്ട് രോഗികളുടെ കൂടെ വന്നവരെയും ഡോക്ടറിൻ്റെ ക്യാബിനും അതുപോലെ തന്നെ നഴ്സുമാരെയും മർദ്ദിച്ച നിങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. FIR ഉള്ള ഒരു സംഭവമാണ്. ആ FIR ഉള്ള സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വാർത്ത നൽകാം. അങ്ങനെ ഒരു വാർത്ത നൽകിയതിൻ്റെ പേരിൽ ഞങ്ങളെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഘപരിവാറിൻ്റെ സ്വഭാവ രീതി കാസർഗോഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എത്രയെത്ര ആക്രമണങ്ങളാണ് ഇവിടെ നടന്നത്. എന്തൊക്കെയോ പ്രശ്നത്തിൻ്റെ പേരിൽ അത് വർഗീയ കലാപങ്ങളിലേക്ക് കടന്നു പോകുന്നു. ചിലപ്പോൾ 4-5 പേരുള്ള സംഘർഷമായിരിക്കാം. ആ സംഘർഷം പിന്നീട് വർഗീയാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നവർ ഇത്തരക്കാരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നേരിടാൻ നിയമവിദഗ്ധർ, നിയമപാലകർ കൃത്യമായ രീതിയിൽ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇങ്ങനെ വാർത്തകൾ നൽകുന്ന മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഉത്തരേന്ത്യൻ സ്റ്റൈലിൽ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ പേടിക്കുന്നവരുണ്ടാകാം അങ്ങ് ഉത്തരേന്ത്യയിൽ. ഇത് കേരളമാണ്. ഇവിടെ മതേതരത്വത്തിനാണ് പ്രസക്തിയുള്ളത്. ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും ഒരേപോലെ മുന്നോട്ട് പോകുന്ന നാടാണ് നമ്മുടെ കേരളം. ജോൺ അബ്രഹാം പോലും പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുകയാണ്, ഇത്തരം ഭീഷണികളുമായി ഞങ്ങളുടെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഒന്നാണ്. ഞങ്ങൾക്കൊക്കെ വലിയ പിന്തുണയുണ്ട് പൊതുസമൂഹത്തിൽ നിന്ന്. കാരണം ഇങ്ങനെ ഒരു വധഭീഷണി വന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പല മാധ്യമങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ പലരും വിളിച്ചു ചോദിക്കുകയാണ്, ഏത് രീതിയിലുള്ള സുരക്ഷയാണ്, എന്ത് സഹായമാണ് വേണ്ടത്, പോലീസുകാരായാലും എല്ലാവരും. കാരണം അവർക്കറിയാം
കൃത്യമായ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളത്. കൃത്യമായിട്ടുള്ള വാർത്തകളാണ് ഞങ്ങൾ നൽകുന്നുള്ളത്. ആ വാർത്തകൾക്ക് അടിസ്ഥാനമുണ്ട്. അടിസ്ഥാനമുള്ളത് കൊണ്ടാണ് നൽകപ്പെടുന്ന വാർത്തകൾ കൊള്ളേണ്ട ഇടത്ത് കൊള്ളേണ്ടതുപോലെ കൊള്ളുന്നതും കൊണ്ട ഉടൻ തന്നെ ഞങ്ങൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതും. പബ്ലിക് കേരളയ്ക്ക് ഇതൊന്നും ഒരു പുതുമയല്ല. പക്ഷേ ഞങ്ങൾ നേരിടുന്ന അവസ്ഥകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് തിരിച്ചറിയേണ്ടതുണ്ട് ഇത്തരക്കാരുടെ തനിനിറം. ഇങ്ങനെ ഒരുപാട് കൊലപാതക കേസിലും അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളിലും ബന്ധമുള്ള ആളുകൾ ഇപ്പോഴും ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ തയ്യാറാവുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. വ്യക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ, വ്യക്തമായ സംരക്ഷണം ഇവർക്ക് ലഭിക്കുന്നു. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുള്ളത്. എന്തായാലും മഹേഷിൻ്റെ ആ ഭീഷണിക്ക് മുന്നിൽ ഞങ്ങൾ പതറിയിട്ടില്ല, പതറുകയില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വ്യക്തമായ നിലപാടോടുകൂടി, വ്യക്തമായ വാർത്തകളോടുകൂടി ഇനിയും സത്യങ്ങൾ തുറന്നു കാണിക്കാൻ പബ്ലിക് കേരള മാധ്യമ സംഘം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് കരുതി സഹിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.